ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് നാസ്ഡാക്കിൽ, അതും സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് വെച്ചിട്ട്. അപ്പോൾ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് വെച്ച് നോക്കുമ്പോൾ 3 ക്യാൻഡിൽ അതിനകത്ത് ഫോർമേഷൻ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 3 ക്യാൻഡിൽ ഫോർമേഷൻ അതിൻ്റെ എൻട്രി വാലിഡേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എഡ്ജ് കിട്ടിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അതായത് ജസ്റ്റ് 3 ക്യാൻഡിൽ ഫോം ചെയ്ത് ഓക്കെ അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ബൈ സൈഡ് അല്ലെങ്കിൽ സെൽ സൈഡ്, ഒരു മിറ്റിഗേഷൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുമ്പോൾ ഒരു ബൈ സൈഡ് സെൽ സൈഡ്, അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് കംപ്ലീറ്റ്ലി ഫെയിൽ ആയി പോകും. അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. നമ്മൾ കാണേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാക്ക് ഓഫ് കോൺഫ്ലുവൻസസ് എന്ന് പറയും. നമ്മളൊരു ബൈ സൈഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് കണ്ടുപിടിച്ച് അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ പ്രൈമറി ടാർഗറ്റ്. നോ, ഈ പ്രൈമറി ടാർഗറ്റിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതർ കോൺഫ്ലുവൻസസ് മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ അതർ കോൺഫ്ലുവൻസസ് ഓർ ഇഫ് യു ക്യാൻ സ്റ്റാക്ക് അതർ കോൺഫ്ലുവൻസസ് ഇൻ ടു ദ പർട്ടിക്കുലർ ട്രേഡിംഗ് സെറ്റപ്പ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു, അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പർട്ടിക്കുലർ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമുക്ക് അതർ കോൺഫ്ലുവൻസസും കൂടെ സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി ഫോർമേഷൻ ഇച്ചിരി ബലം കിട്ടും, അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കറക്റ്റാണെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്നൊരു സീരീസ് ഉണ്ട്. 24ഓളം വീഡിയോ ഓൾറെഡി വന്ന്, ഇനി 2 വീഡിയോ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ, ഇത് രണ്ടാണ്. ഇത് സ്ട്രക്ചർ എക്സ്പ്ലനേഷൻ, സ്ട്രക്ചറിൻ്റെ കൂടുതൽ ലിക്വിഡിറ്റിയും കൂടിയിട്ട് വരുന്ന സ്ട്രക്ചറിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതും കണ്ടു കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മളൊരു ചെറിയ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവിടെ എന്താണ് കാണുന്ന എൻട്രിക്ക് വേറെ കോൺഫ്ലുവൻസസ് അവിടെ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ എന്താണ് കോൺഫ്ലുവൻസസ് എന്ന് പറയുന്നത്? മാർക്കറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന ഓരോരോ കൺസെപ്റ്റുകളാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഏത് എൻട്രി ആണെങ്കിലും ഏത് ടെക്നിക്ക് ആണെങ്കിലും സ്കാൽപ്പിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിലേക്ക് നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും ഇതിനെല്ലാം യു നീഡ് കോൺഫ്ലുവൻസസ്. ആൻഡ് കോൺഫ്ലുവൻസസ് എവിടെ നിന്നാണ് വരുന്നത്? ദീസ് ആർ ത്രൂ ദ കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻഡ് ഹിയർ. ഡീകോഡിംഗ് സീരീസ്, പുൾ ബാക്ക് സീരീസ് വീഡിയോസ്, ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്യാൻഡിസ്റ്റിക് മാസ്റ്ററി ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് വന്നിരിക്കുന്ന ആ കോൺഫ്ലുവൻസസ് നമ്മൾ അതിനകത്ത് ക്ലബ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മളുടെ ഏത് സെറ്റപ്പ് ആണെങ്കിലും അതൊരു വിജയത്തിലേക്ക് വരുന്ന ഒരു ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരു എൻട്രി ഓൾറെഡി ബൈ എൻട്രി എടുത്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ എവിടെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിനടുത്ത് വരെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? ഇതാണ് നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് 3 ക്യാൻഡിൽ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും 3 ക്യാൻഡിൽ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ ഇവിടെ ഓൾറെഡി വന്നു. ഇതിന് ശേഷം നമുക്ക് എൻട്രി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കേണ്ടത് നോക്കണം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയും കൂടെ നമ്മൾ നോക്കണം. എന്താണ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? പ്രൈസ് താഴോട്ട് പോകാനുള്ള പ്രൈസ് ആണെങ്കിൽ മുകളിലേക്ക് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ദേ വിൽ ബി സെല്ലിംഗ് ഫ്രം എ പ്രീമിയം സോൺ. സോ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? മാർക്കറ്റിൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏത് ഏരിയയാണ്? ഇതാണ് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. സോ പ്രൈസ് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ട്രേഡിംഗ് അബൌട്ട് ദിസ്. ഈ ഒരു പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കണം. അപ്പം അവിടെ നിന്നിട്ടായിരിക്കും പിന്നീടുള്ള ബൈ സൈഡ്, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം വെച്ചിട്ടുണ്ട്, അവിടെ നിന്നിട്ടായിരിക്കും അതിനകത്തോട്ട് സെല്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് ഒറ്റ പോക്ക് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ല നമ്മളിവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല അങ്ങനെ. കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, അല്ലേ? അപ്പോൾ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ടാർഗറ്റ് ഓൾറെഡി ഉണ്ട്. ഇതാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു ടാർഗറ്റ്. സോ ഈ ഒരു ടാർഗറ്റിനകത്ത് ഈവൻ നമ്മൾ അതിൻ്റെ ഒരു 50% കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോലും, സോ നമ്മളിവിടെ ഒരു ലൈൻ 50% നോക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ലൈനെ വന്ന് ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും ഇത് 100% ഇത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പോയിന്റ് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നൗ 3 ക്യാൻഡിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ എൻട്രി എടുത്തത്? അപ്പം 3 ക്യാൻഡിലോ 4 ക്യാൻഡിലോ 5 ക്യാൻഡിലോ ഡസൻ മാറ്റർ. നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേഷൻ ഉണ്ടോ. അതായത് ഒരു ട്രേഡ് എടുക്കുമ്പം ജസ്റ്റ് ഒരു 3 ക്യാൻഡിൽ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻട്രി എടുക്കുന്നു എന്നുള്ളതല്ല നമ്മളുടെ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ഈ ഒരു ടാർഗറ്റ് ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് ചാർട്ടിനകത്ത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പഠിത്തത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അല്ലാതെ സിമ്പിളായിട്ട് വന്നു വെച്ച് നമ്മൾ പറയുകയാണ് ഓക്കെ 3 ക്യാൻഡിൽ ഇവിടെ വരെ നമ്മൾ വരുന്നു, ഈ 3 ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ എൻട്രി എടുത്തു, നമ്മളിവിടെ ഫെയിലായി. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഇതൊന്നും കാണുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ?
അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്കും കൂടെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ ബേസിസിലും ഈ 3 ക്യാൻഡിൽ വരുന്നത് മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഇവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റിലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇതുണ്ടോ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതിന് താഴെ ബോട്ടം പ്രൈസ് ഈ പ്രൈസ് ഇവിടെ നിന്ന് തുടങ്ങി മുകളിൽ വന്നു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മിറ്റിഗേഷൻ ഏരിയയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ ഒരു ലൈനും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയയിൽ ഇവിടെ നമുക്ക് മാക്സിമം ഏരിയയിൽ പ്രൈസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനകത്തോട്ട് ട്രേഡിംഗ് ചെയ്ത് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിൽ പോലും ഒരു ബ്രോഡർ ലെവലിലുള്ള ടാർഗറ്റ് ഇവിടെ കിടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതുണ്ട്. ഇതൊരു ലെവലാണ് നമ്മളെ സംബന്ധിച്ച്. പിന്നെ ഇതും ഒരു ലെവലാണ് നമ്മളെ സംബന്ധിച്ച്. ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സിമ്പിളി മാർക്കറ്റിനകത്ത് ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതും കൊണ്ട് മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് ഇന്നത്തെ കാര്യം. നമ്മൾ മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ശേഷം 3 ക്യാൻഡിൽ വന്നു, ഇത് എന്തുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നില്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത്, നമുക്ക് 100% പ്രൂവൺ സ്ട്രാറ്റജി ലോകത്ത് ഒരിടത്തും ഇല്ല. എങ്കിൽ പോലും നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ആ ഒരു മുകളിലേക്ക് കയറി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കുന്നത് ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കി നോക്കുകയാണ്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ദ ലിക്വിഡിറ്റി. അപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി ഒന്നും കൂടെ വന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അത് ലോവസ്റ്റ് പോയിന്റിലേക്ക് ടാർഗറ്റ് ചെയ്യും. സോ എങ്ങനെയാണ് അത് വരുന്നത്? ഇങ്ങനെ വരും, അതിനുശേഷം പ്രൈസ് ഇങ്ങനെ ഇടയ്ക്ക് വരും, ഇങ്ങനെ വരും, ഇവിടെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? അതിനുശേഷം അത് ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് അതിൻ്റെ ഒറിജിനൽ ജേണിയിലേക്ക് ഹെഡ് ചെയ്യും. ഇതാണ് ബേസിക് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെഗിൽ നമ്മൾ നോക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും പുൾ ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ആ പടം ഇവിടെ വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു മൈനർ പുൾ ബാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പുൾ ബാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ പുൾ ബാക്ക്, ബിക്കോസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിട്ടുണ്ട്. സോ ഈ പുൾ ബാക്ക് നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിവേഴ്സ് ബുള്ളിഷ് ഓർഡർ ഫ്ലോ മാർക്കറ്റിൽ എപ്പോഴാണോ വരുന്നത് ആ വരുന്നതിൻ്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മളിപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയാം, എന്നിട്ട് നമ്മൾ കുറച്ച് നോക്കിയിരിക്കുക. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി എക്സിറ്റ്. ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. അതൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് പതുക്കെ മുകളിലേക്ക് കയറി വരും. ഇത് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം ടൈം ഇൻ ന്യൂയോർക്ക് 11:30 AM മൺഡേ ജനുവരി 13. അപ്പോൾ ഇവിടെ നമുക്ക് 11:30 AM ജനുവരി 13. സോ ഇത് ലൈവ് മാർക്കറ്റ് ഓപ്പൺ. സോ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇതാണ്. സോ നമ്മളെ സംബന്ധിച്ച് സിമിലറായിട്ട് S&P കൂടെ നമുക്ക് ഒരു ചാർട്ടിനകത്ത് നമുക്ക് കൊണ്ടുവരാം. സോ ഇതിൽ നമുക്ക് നാസ്ഡാക്ക് ഇടാം, ഇതിൽ നമുക്ക് S&P കൂടെ ഇടാം. സോ ഏകദേശം രണ്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും. സോ ഇതിൻ്റെ ചാർട്ട് വോളിയം കളയാം, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ വി ആർ ഇൻ ടു ദ എൻട്രി ലെറ്റ് us see. സോ ടിക്കർ സൈസ് നമ്മളിവിടെ നോക്കുമ്പം എല്ലാ മാർക്കറ്റും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കിയുള്ള കൊമോഡിറ്റീസ് ചെറിയ നെഗറ്റീവൊക്കെ ഉള്ളൂ. ഇതിപ്പം മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ ഈ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാതെ മാർക്കറ്റ് പോകത്തേ ഇല്ല. അതാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വി ഷേപ്ഡ് റിയാക്ഷൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിനാണ് പറയുന്നത് വി ഷേപ്ഡ് റിയാക്ഷൻ. ഇതുണ്ടോ ഇങ്ങനെ വി ഷേപ്ഡ് റിയാക്ഷൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വി ഷേപ്ഡ് റിയാക്ഷനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ചാർട്ടിൽ എപ്പോഴും നമ്മൾ പരീക്ഷിച്ച് നോക്കി വി ഷേപ്ഡ് റിയാക്ഷൻ എവിടെയെല്ലാം വരുന്നുണ്ട് അവിടെയെല്ലാം എങ്ങനെയാണ് മാർക്കറ്റ് വി ഷേപ്ഡിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള ലെസൺസിൽ അതൊക്കെ നമുക്ക് കൂടുതൽ കവർ ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് റിയാക്ഷൻസ് പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്സ് ഇത് നമ്മുടെ ട്രേഡിംഗ് സെക്രട്ടറി യൂട്യൂബ് ചാനലിൽ കൂടെ നമുക്ക് ഓരോ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വലിയ നോട്ടോ കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പം എന്താണ് ഇത് പറയുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ വരുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം നമ്മൾ ചാർട്ടിൽ അത് കാണുമ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. എത്രമാത്രം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 250 വീഡിയോയ്ക്കകത്ത് നമ്മൾ ട്രേഡിംഗ് സെക്രട്ടറിൻ്റെ ചാനലിനകത്ത് 250 വീഡിയോയ്ക്കകത്ത് എന്തെല്ലാം കൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. എന്തെല്ലാം രീതിയിലാണ് നമുക്ക് ഓരോ കോൺഫ്ലുവൻസ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. ഓർഡർ ബ്ലോക്ക് എന്താണ്, ക്യാൻഡിൽസ്റ്റിക് എന്താണ്, അതിൻ്റെ മൈക്രോ ഡീറ്റെയിലിംഗ് എന്താണ്, നാനോ ഡീറ്റെയിലിംഗ് എന്താണ്, ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു ചാർട്ടിൻ്റെ റിയാക്ഷൻ ചാർട്ട് എങ്ങനെയാണ് ഇതുപോലെ വരുന്ന പോലെ തന്നെ ഓരോ ക്യാൻഡിൽസ്റ്റിക്കിനകത്തും ഓപ്പൺ ക്ലോസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചാർട്ട് എങ്ങനെയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ
വ്യക്തമായിട്ട് ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് പ്രീവിയസ്ലി എല്ലാം അപ്ലോഡ് ചെയ്തത്. സോ നമ്മൾ ഡയറക്റ്റ്ലി ഈ മാർക്കറ്റിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറികളൊന്നും മറന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ അറിയണം പ്രീവിയസ് ഏരിയ ഇവിടെ ഉണ്ട്, എത്ര ശതമാനം മിറ്റിഗേറ്റ് ചെയ്തു, ഇതിനകത്ത് പ്രൈസ് എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. സോ ഇവിടുത്തെ കാൻഡൽസ്റ്റിക് ഫോർമേഷൻ, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ക്ലിയർ ആയിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ പ്രൈസിൻ്റെ കാൻഡൽസ്റ്റിക്കിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ വിക്സ് നമ്മൾ കംപ്ലീറ്റ്ലി സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ കംപ്ലീറ്റ്ലി നമ്മൾ വിക്സിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് അത് വെച്ച് തന്നെ എടുക്കണമെന്നില്ല. ഈവൻ തോ നമുക്ക് ആ ഒരു ഫോർമേഷൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചാർട്ടിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മുടെ മുന്നിൽ പ്ലേ ഔട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. സോ ഇവിടെ ഇതുണ്ടോ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിക്സ് ഇവിടെ, അപ്പം ഇതായിരുന്നു ലോ ക്രിയേറ്റ് ചെയ്തത്, അതിനുശേഷം ബ്രേക്ക് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ആ സെയിം ക്യാൻഡിൽ നമ്പർ 2 പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ. 2 എന്ന് പറയുന്ന ക്യാൻഡിലിൻ്റെ ബോഡി ഈസ് ടേക്കൺ അവേ റൈറ്റ്. അപ്പം 2 കഴിഞ്ഞ ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു, ഇതിൻ്റെ മുകളിൽ കയറും പ്രൈസ് അല്ലേ. അതിനുശേഷം 3 എന്ന് പറയുന്നത് സംഭവം കഴിഞ്ഞു, പ്രൈസ് ഇതിന് മുകളിൽ വന്നതിന് ശേഷം പ്രൈസ് നേരെ താഴെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ പ്രൈസ് പോകും. മനസ്സിലായോ? അപ്പം ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ മാർക്കറ്റിനകത്ത് കാണുമ്പം ഇത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ദ ഫൈനസ്റ്റ് ഫോം ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ ഹാസ് ബീൻ ഹാപ്പനിങ് ഇൻ ദിസ് ചാർട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് നമുക്കൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പം നോർമലി നമുക്ക് ഇതിനകത്ത് ഒരു കമൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം അതായത് 3 ക്യാൻഡിൽ ഫോം ചെയ്തു, ഞാൻ എടുത്ത ചാർട്ട് അതിൻ്റെ പുറകെ നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ ടാർഗറ്റ് ഉണ്ടോ, മിറ്റിഗേറ്റഡ് എന്താണ് കാണുന്നത്? ഇവിടെ ക്യാൻഡിൽ മിറ്റിഗേഷൻസ് അവിടെ നടന്നു, ഇത്രയും ഭാഗം പോയി ചാർട്ടിനകത്ത് ഇല്ലെന്ന് വിചാരിക്കുക. പിന്നെ പോയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അതും ഇവിടെ കഴിഞ്ഞു. മനസ്സിലായി? ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഓൺ എ ബ്രോഡർ ലെവൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ എൻട്രിയും അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ പ്രൈസ് ആക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ലിക്വിഡിറ്റി സീരീസ് നമ്മുടെ ട്രേഡിംഗ് സെക്രട്സ് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എത്രാമത്തെ ലിക്വിഡിറ്റി സീരീസിൻ്റെ വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? 23 വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തു. ഓരോന്നും 40 മിനിറ്റ് 50 മിനിറ്റ് 1 മണിക്കൂർ വെച്ചിട്ടുള്ള വീഡിയോസ്, ഏകദേശം 20ഓളം മണിക്കൂർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ടെല്ലിംഗ് മാർക്കറ്റ്, ഇതിൻ്റെ ബുള്ളിഷ് പ്രോ ട്രെൻഡ് ആണോ ബെയറിഷ് പ്രോ ട്രെൻഡ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ബുള്ളിഷ് ട്രെൻഡ്. ഇത് ഈ ഫോം ചെയ്തേക്കുന്നുണ്ടോ, ലിക്വിഡേറ്റഡ്, അതിൻ്റെ ഇടയ്ക്ക് ബൈങ് വരുന്നു, ലിക്വിഡേറ്റഡ്, ഇടയ്ക്ക് ഹയസ്റ്റ് ഫോം ഓഫ് ബൈ വരുന്നു, ലിക്വിഡേറ്റഡ്, ഇവിടെ വരെ വരുന്നു, ലിക്വിഡേറ്റഡ്, എഗെയിൻ ബൈങ് വരുന്നു, ലിക്വിഡേറ്റഡ്, എഗെയിൻ ബൈങ് വരുന്നു, ലിക്വിഡേറ്റഡ്, ഇങ്ങനെ മാർക്കറ്റ് പോകുള്ളൂ. അപ്പോൾ ഈ സെല്ലിങ് വരുമ്പം നമ്മളിവിടെ പ്രോ ട്രെൻഡ് എന്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ ഇല്ലെങ്കിൽ ഈ ഇത്രയും ബിഗ് ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ചെയ്യത്തില്ല ഒരിക്കലും. മനസ്സിലായോ? അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നോക്കാം, അതിനുശേഷം നമുക്ക് ടാർഗറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഞാൻ ഫൈനലി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ എന്താണ് ഇതിൽ നിന്നും പഠിച്ചത്? 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് നമ്മൾ നോക്കുമ്പം പ്രൈസ് ആക്ഷൻ എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഈസ് പ്രിറ്റി യൂസ്ലെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അതായത് ഒരു കാര്യം മാത്രം നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംഭവം മാത്രം, ഒരു സിമ്പിൾ സെറ്റപ്പ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിറ്റി യൂസ്ലെസ്. എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യു നീഡ് ടു സ്റ്റാക്ക് ഡിഫറെൻറ്റ് കോൺഫ്ലുവൻസസ് നമ്മൾ ചാർട്ടിൽ കാണാൻ പഠിക്കണം. എന്താണത്? ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്ത് വെക്കുന്നതല്ല, ഡോബർമാൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതല്ല. വേറാസ് ഇറ്റ് ഈസ് അബൌട്ട് ഫൈൻഡിങ് ഔട്ട് ഈ ചാർട്ടിൻ്റെ ഫോർമേഷനകത്ത് ലിക്വിഡിറ്റി എങ്ങനെയാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ വന്നു, ആ ഹൈ എടുത്തു, ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട്. സോ അതിനുശേഷം ഈ ഹൈ വീണ്ടും ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് അല്ലേ. സോ ഫൈനസ്റ്റ് ഫോം ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി മിറ്റിഗേഷന് വേണ്ടിയിട്ട് വീണ്ടും പ്രൈസ് വരും. സോ ഇതിൻ്റെ ഏകദേശം വരാറായി കേട്ടോ, അത് വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സെല്ലിംഗ് കാണിക്കും. അപ്പം ഏർലി സെല്ലേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻട്രിയിലോട്ട് കയറും. അപ്പം വീണ്ടും അവരെ ട്രാപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും വന്നിട്ട് ഇതിന് മുകളിൽ കയറി ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവരെല്ലാം കട്ട് ചെയ്യും പൊസിഷൻ. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഒരു ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ പ്രകാരം നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്ട്രക്ചർ മനസ്സിലാക്കുക, സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക, എങ്ങനെയാണ് മാർക്കറ്റിംഗ് മൊമെൻറ്റം വരുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് ബൈങ് സൈഡിലേക്ക് കയറുന്നത് എന്ന് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ വന്നതിന് ശേഷം ആ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ എല്ലാ പോയിന്റും മിറ്റിഗേറ്റ് ചെയ്തു. കണ്ടോ? മാർക്കറ്റിൻ്റെ ചില നേരത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻഡ്യൂസ് യു ടു സെൽ എവരിത്തിങ്. മനസ്സിലായോ? പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ആണ്. പോയിന്റ് നമ്പർ 3 is taken, then again market will come back to mitigate, then it slowly goes up. ഇങ്ങനെ പോകുള്ളൂ മാർക്കറ്റ്. ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു കോൺഫ്ലുവൻസ് കാണാൻ പറ്റുന്നില്ലേ, സോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കാണാൻ പറ്റുന്നില്ലേ, ഇംബാലൻസ് ഉണ്ടായിരുന്നു, അത് മിറ്റിഗേറ്റ് ചെയ്തു പോയി, അത് പോട്ടെ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ടാർഗറ്റ് കാണാൻ പറ്റുന്നില്ല, ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടാർഗറ്റ് കാണാൻ പറ്റുന്നില്ല, സിമിലർലി ഇവിടെ കാണാൻ പറ്റുന്നില്ല ടാർഗറ്റ്. അപ്പോൾ ഇവിടെ ഒരു
ലിക്വിഡിറ്റി പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? സോ ഈ ലിക്വിഡിറ്റി പോയിന്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരും എന്നുള്ളതിനകത്ത് ഏകദേശം നമുക്കൊരു ധാരണയുണ്ടല്ലോ. സോ ഈ ടാർഗറ്റിലേക്ക് എത്തുമോ മാർക്കറ്റ് എന്നതിനകത്ത് ഇതിനെ അപേക്ഷിച്ചിരിക്കും ഇവിടെ എത്തുക എന്ന് പറയുന്നത്. പക്ഷേ അന്നേരം ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ കാണിക്കുന്നുണ്ട്. സോ ഫോർ ഷുവർ ഇറ്റ് വിൽ റീച്ച് ഹിയർ. മനസ്സിലായോ? ദിസ് ഈസ് എ വേ യു നീഡ് ടു ലുക്ക് ഇൻ ടു ദ ചാർട്ട്. വേറെ ഒന്നും വേണ്ട. അപ്പം ഇതിനകത്ത് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന, എൻ്റെ ചാനലിൽ, ഇറ്റ്സ് അബൌട്ട് അവർ ചാനൽ, ഓക്കെ, നമ്മളുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ ഓരോന്ന് കേൾക്കുക, എഴുതി വെക്കുക. ലിക്വിഡിറ്റി അങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടിയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇന്നത്തെ കാര്യം. സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത് എന്തുകൊണ്ട് ഇവിടെ 3 ക്യാൻഡിൽ വന്നു, ഇതിൻ്റെ ഇടയിൽ ഇത് എൻട്രിക്ക് ക്വാളിഫൈ ചെയ്തല്ലോ, ഇതെന്തുകൊണ്ട് ഇവിടെ വെച്ച് എൻട്രി എടുത്തില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ ഈ ലിഫ്റ്റ് സൈഡിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എല്ലാം വലിയ ബിഗ് ക്യാൻഡിൽസ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സ്വിംഗ് ലോ ഓൺ എ ക്യാൻഡിൽസ്റ്റിക് വൈസ്, അല്ലെങ്കിൽ ഇതുണ്ട് ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഏരിയയിൽ മിറ്റിഗേഷനും കൂടെ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വെച്ച് കാണിച്ചില്ലെന്നുള്ളൂ. ഇതുണ്ട് ഈ സിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ വി ആർ ഗെറ്റിംഗ് ഇൻ ടു എൻട്രി. മനസ്സിലായി? എൻട്രി ഫോർമേഷൻ ഈസ് റൈറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എൻട്രിയിലേക്ക്, ഒരു ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രിയിലേക്ക് നമ്മളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ സിംപിളി 3 ക്യാൻഡിൽ ഫോം ചെയ്തു, ഓക്കെ ഇവിടെ വെച്ച് എൻട്രി, അവിടെ വെച്ച് എൻട്രി. വാട്ട് ആർ വി ലേണിംഗ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മാർക്കറ്റിനെ ഓൺ എ ഗ്ലോബൽ ലെവൽ ആൻഡ് ഓൺ എ മൈക്രോ ലെവൽ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്. യു ആർ നോട്ട് ഗോയിങ് ടു പ്രിഡിക്റ്റ്. ലെറ്റ് ദ മാർക്കറ്റ് പ്ലേ ഇറ്റ് ഔട്ട്. ലെറ്റ് ദ പ്രേ കം ടു യു. മനസ്സിലായി? മാർക്കറ്റ് അതിൻ്റെ രീതിയിൽ ലെറ്റ് ഇറ്റ് കം ടു യു, ദെൻ യു വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഇത്. അപ്പോൾ ഞാനത് സ്കാൽപ്പിങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ അത്രയും സീരീസ് കൊണ്ട് നിർത്താമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ചില കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഒരു പ്രോസസ്സോടുകൂടി നോക്കാൻ നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ നോട്ട് പേയിങ് അറ്റൻഷൻ ടു വാട്ട് ഐ എം ടീച്ചിങ് യു. 20-25 ലെക്ചറുകൾ കൊടുത്തിരിക്കുന്നത് ചുമ്മാതല്ല. മാർക്കറ്റിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക, ഡീപ്പായിട്ട് ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് നമ്മൾ കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് തുറന്ന് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു മൂവ്മെൻറ്റ് യു ക്യാൻ സീ ഇറ്റ് ഹിയർ. അല്ലെങ്കിൽ ഇവിടുത്തെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമൻസിനകത്ത് കണ്ട് ഒരു ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞ്, ഒരു സംഭവം മാത്രം നമ്മൾ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഒരിടത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പഠിക്കുമെന്ന്. സോ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ലേൺ, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് വരിക. അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ ന്യൂട്ടൺസ് ലോ പോലെ തന്നെ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മാർക്കറ്റ്. മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ എൻട്രി ഒരെണ്ണം നമ്മൾ എക്സിറ്റ് ആയി, രണ്ടാമത്തെ ഒരു എൻട്രിയും കൂടെ നമുക്ക് എടുക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വീണ്ടും എൻട്രിയിലേക്ക് കയറി നമ്മളുടെ ഇനി പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് എത്തി. അത് നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് ക്ലിയർ ഔട്ട് ചെയ്തു. ക്ലിയർ ടാർഗറ്റ് നമുക്ക് റീച്ച് ചെയ്യാനും പറ്റി. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ലൈവായിട്ട് ഞാൻ പറഞ്ഞു പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ഏരിയയിൽ ഇവിടുത്തെ ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മാർക്കറ്റ് വന്നു. ആ സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ എൻട്രിയിലേക്ക് കയറി ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി. ഇനി പ്രൈസ് എങ്ങോട്ടെങ്കിലും പോകട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം കാര്യങ്ങളും കൂടെ പറയാൻ പറ്റി. അതുപോലെ തന്നെ ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് നമുക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.